ഇനി നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ കൂടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുക. ഇമാമ് എവിടെ ഇമാം വെക്കണം? പുരുഷനാണ് മരിച്ചതെങ്കിൽ നെഞ്ചിനോടും തലയോടും ചേർന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് ഇമാമ് നിൽക്കുക. ഒരു സ്ത്രീയാണ് മരിച്ചതെങ്കിൽ സ്ത്രീയുടെ മധ്യഭാഗത്ത് വയറിന്റെ ഭാഗത്തേക്ക് ഇമാമ് നിൽക്കുക. ഒരു സ്ഥലത്ത് ഒരുപാട് ജനാസകൾ കൊണ്ടുവന്നോ, പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മയ്യത്തിന്റെ ഏറ്റവും അടുത്ത് പുരുഷന്മാരെയാണ്, പിന്നെ കുട്ടികൾ, പിന്നെ കിബിലനോട് ഏറ്റവും അടുത്ത് സ്ത്രീകളെയാണ് കിടത്തേണ്ടത്. അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് മയ്യത്ത് നമസ്കരിക്കാൻ പറ്റുമോ? ചിലർക്കൊക്കെ ചില തർക്കങ്ങൾ, സംശയങ്ങൾ പറയാറുണ്ട്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, പള്ളിയിൽ വെച്ചുകൊണ്ട് ജനാസ നിസ്കാരം നടത്താൻ പറ്റുമോ എന്നൊരു സംശയം രേഖപ്പെടുത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുകയാണ്, നബിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുക്കണം, ജനാസ നമസ്കാരം നബി പള്ളിയിൽ വെച്ചിട്ടല്ലേ നമസ്കരിച്ചത്, നിങ്ങൾ അതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയിലും ജനാസ നമസ്കാരം നടത്താൻ വിലക്കൊന്നുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ റളിയല്ലാഹു അൻഹും അവരുടെ എല്ലാം മയ്യിത്ത് നമസ്കാരം നടന്നത് പള്ളിയിൽ വെച്ചായി സാദുൽ മആദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും സഹോദരങ്ങളെ, ജമാഅത്തായി നമസ്കരിക്കുകയാണ്. നമ്മുടെ ആ ജനാസന്റെ കാര്യത്തിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആള് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ 5, 8, 10 സഫ് ഉണ്ടാവും. ഇനി അഥവാ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആള് കുറവുള്ള ജമാഅത്താണെങ്കിൽ ഉള്ള ആളുകളെ 3 ആക്കി തിരിക്കാം. ഒറ്റ ജമാഅത്തായിട്ട് നിർവഹിക്കാതെ 3 സഫെങ്കിലുമാക്കി നമസ്കരിക്കാൻ. മാമിൻ മുസ്ലിമിൻ യമൂതു ഫയുസല്ലി അലൈഹി സലാസതി സുഫൂഫിൻ മിനൽ മുസ്ലിമീന ഇല്ലാ ഔജബ്. 3 സഫുകളെങ്കിലും ആയിക്കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടിയാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസന്റെ അടുത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കാണ്. വമഅഹു സബ്അതു നഫരിൻ, ആകെയുള്ളത് 7 പേരായിരുന്നു. ചില പെട്ടെന്നുള്ള ജനാസ മറവിയൻ്റെ ഒക്കെ ഉണ്ടാവും. ഫജഅല സലാസത സഫ്ഫാൻ, നബി ആ 7 പേരെ 3 ആക്കി തിരിച്ചു. വസ്നൈനി സഫ്ഫൻ വവാഹിദൻ സഫ്ഫാ, ഉള്ളവരെ വിഭജിച്ച് 3 ആക്കി തിരിച്ചിട്ട് അങ്ങനെ നമസ്കരിച്ചു.